ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കഥയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് കരൾ പോയ പട്ടിക്കുട്ടൻ എന്നാണ്. എന്നാൽ പറയാം കേട്ടോ. പണ്ട് ഒരു വീട്ടിൽ ഒരു മുത്തശ്ശി തനിയെ താമസിച്ചിരുന്നു. മുത്തശ്ശിക്ക് കൂട്ടിനായി ഒരു പട്ടിയെയും ഒരു പൂച്ചയെയും അവർ വളർത്തിയിരുന്നു. രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു. എങ്കിലും പൂച്ച വീടിനകത്ത് ഓടിക്കളിക്കുന്നതും മുത്തശ്ശിയുടെ കൂടെ കിടക്കയിൽ കിടന്നുറങ്ങുന്നതുമൊക്കെ കാണുമ്പോൾ പട്ടിക്ക് സങ്കടവും പൂച്ചയോട് അസൂയയും തോന്നാറുണ്ട്. എന്നാലും അവർ എപ്പോഴും ഒരുമിച്ച് മാത്രമേ കളിക്കൂ. പട്ടിക്കുട്ടൻ വീടിന് കാവൽ കിടക്കുന്നതിനാൽ മുത്തശ്ശിക്ക് അവനോട് പ്രത്യേകം സ്നേഹമുണ്ടായിരുന്നു. മുത്തശ്ശി അവനെ തലയിൽ തലോടുന്നതും ഉമ്മ വയ്ക്കുന്നതും കാണുമ്പോൾ പൂച്ചക്കുട്ടന് ദേഷ്യം വരും. ഒരു ദിവസം മുത്തശ്ശി കുറേ ഇറച്ചി വാങ്ങി കൊണ്ടുവന്നു. അതിൽ കൂടുതൽ ഭാഗം പട്ടിക്കും കുറച്ച് പൂച്ചയ്ക്കും കൊടുത്തു. അത് കണ്ടിട്ട് പൂച്ചയ്ക്ക് ദേഷ്യം വന്നു. കഴിച്ചിട്ടാണെങ്കിൽ വിശപ്പും അറിയില്ല. അപ്പോൾ അവൻ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, എനിക്ക് കുറച്ച് ഇറച്ചിയല്ലേ മുത്തശ്ശി തന്നുള്ളൂ, പട്ടിക്കുട്ടനല്ലേ കൂടുതൽ കൊടുത്തത്. അത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, അവൻ ഉറക്കമൊഴിച്ച് വീട് കാക്കുന്നതല്ലേ, കാവൽ കിടക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. അതിന് ധാരാളം ഭക്ഷണം കഴിച്ചാലേ പറ്റൂ. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, തിന്നുകൊഴുത്ത് ഇപ്പോൾ തന്നെ നല്ല വണ്ണമുണ്ട്. ഒരു ചുണ്ടനെലി എൻ്റെ വസ്ത്രങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് നിന്റെ മുന്നിൽ കൂടിയല്ലേ ഓടിക്കളിക്കുന്നത്. അവനെ പിടിക്കാൻ പോലും നിന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. തീറ്റയ്ക്ക് മാത്രം കണക്ക് പറയുന്ന മരമണ്ടനാണ് നീ. നിനക്ക് ഞാൻ ഇത്രയേ തരൂ. അത് കേട്ട് പൂച്ചക്കുട്ടന് മുത്തശ്ശിയോട് ദേഷ്യം തോന്നി. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ശരിയാക്കി തരാം, പൂച്ചക്കുട്ടൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം മുത്തശ്ശി പനി പിടിച്ച് കിടപ്പിലായി. അപ്പോൾ പൂച്ചക്കുട്ടൻ പട്ടിക്കുട്ടനോട് പറഞ്ഞു, പട്ടിക്കുട്ട, നമ്മുടെ മുത്തശ്ശി അസുഖം ബാധിച്ച് കിടപ്പിലായി. ഇനി എന്ത് ചെയ്യും? എത്രയും വേഗം ഒരു വൈദ്യനെ കൂട്ടിക്കൊണ്ടുവരണം. മുത്തശ്ശി ഈ കിടപ്പ് തുടർന്നാൽ നമ്മുടെ കാര്യമാണ് അവതാളത്തിലാവുക. അത് കേട്ട് പട്ടിക്കുട്ടൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. മുത്തശ്ശി സുഖമില്ലാതെ കിടന്നാൽ നമുക്ക് ആരാ ഭക്ഷണം തരിക? നീ വാ, നമുക്ക് ദൂരെ ഒരു വൈദ്യനുണ്ട്. മുത്തശ്ശിയുടെ വിവരങ്ങളെല്ലാം പോയി പറയാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും വൈദ്യനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വൈദ്യൻ അകത്തുപോയി മുത്തശ്ശിയെ പരിശോധിച്ചു. പട്ടിക്കുട്ടന് മുത്തശ്ശി അകത്തുപോയി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവനെ അകത്തേക്ക് പ്രവേശിക്കാറില്ലല്ലോ. രണ്ടുപേരും കൂടി അകത്തു നിന്നു. വൈദ്യൻ പൂച്ചക്കുട്ടനോട് മുത്തശ്ശിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ മരുന്നുകളും നൽകി തിരിച്ചുപോയി. അപ്പോൾ പൂച്ചക്കുട്ടന് ഒരു സൂത്രം തോന്നി. പട്ടിക്കുട്ടനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. അവൻ അധികകാലം ഇവിടെ നിന്നാൽ ശരിയാവില്ല. മുത്തശ്ശിക്ക് അവനോടല്ലേ സ്നേഹം കൂടുതൽ, അത് നിർത്തണം. മുത്തശ്ശിക്ക് മാരകമായ അസുഖമാണെന്ന് അവനോട് നുണ പറയാം. വൈദ്യൻ പറഞ്ഞതൊന്നും അവൻ കേട്ടിട്ടില്ലല്ലോ, എന്നോടല്ലേ പറഞ്ഞത്. അവൻ ആദ്യം ഉഴുത്ത് ചാകട്ടെ. പൂച്ചക്കുട്ടൻ പുറത്തേക്ക് നടന്നു. വിവരങ്ങൾ അറിയാൻ പട്ടിക്കുട്ടൻ ആകാംക്ഷയോടെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ പൂച്ചക്കുട്ടൻ പറഞ്ഞു, പട്ടിക്കുട്ട, നമ്മുടെ മുത്തശ്ശിക്ക് കലശലായ ഒരു രോഗമാണ്. ഒരു വെളുത്ത പട്ടിയുടെ കഷായം വെച്ച് കുടിച്ചാലേ മുത്തശ്ശിയുടെ രോഗം മാറൂ എന്നാണ് വൈദ്യൻ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യും? അത് കേട്ട് പട്ടിക്കുട്ടന് വലിയ സങ്കടമായി. അവൻ പറഞ്ഞു, പൂച്ചക്കുട്ട, ഞാൻ വെളുത്ത പട്ടിയല്ലേ, മുത്തശ്ശിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കരൾ മുത്തശ്ശിക്ക് കഷായം വെക്കാനായി ഞാൻ തരാം. നീ അകത്തുപോയി ഒരു കത്തി എടുത്തുകൊണ്ടുവാ. അത് കേട്ട് പൂച്ചക്കുട്ടന് സന്തോഷമായി. മുത്തശ്ശിക്ക് സുഖമില്ലാത്തതിനാൽ 2 ദിവസമായി പട്ടിണിയായിരുന്നു. പൂച്ചക്കുട്ടന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പട്ടിക്കുട്ടൻ മുത്തശ്ശിക്ക് വേണ്ടി കരൾ മുറിച്ചു തരാമെന്ന് പറയുന്നത്. പൂച്ചക്കുട്ടൻ ഓടി അടുക്കളയിൽ ചെന്ന് കത്തിയെടുത്തു കൊണ്ടുവന്നു. പട്ടിക്കുട്ടൻ കത്തി വാങ്ങി തൻ്റെ നെഞ്ചും വയറും വരെ മുറിച്ച് കരളിൻ്റെ പകുതി ഭാഗം മുറിച്ച് പൂച്ചക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പൂച്ചക്കുട്ട, നീ ഇത് കൊണ്ടുപോയി എത്രയും വേഗം മുത്തശ്ശിക്ക് കഷായം വെച്ചു കൊടുക്ക്. നമ്മുടെ മുത്തശ്ശിക്ക് വേഗം സുഖമാവട്ടെ. പൂച്ചക്കുട്ടൻ കരൾ വാങ്ങി അടുക്കളയിലേക്ക് ഓടി. പിന്നെ അവൻ അതവിടെ ഇരുന്ന് തിന്നു. അവൻ്റെ വിശപ്പെല്ലാം മാറി ഏമ്പക്കം വിട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. പട്ടിക്കുട്ടനെ കണ്ട് പൂച്ചക്കുട്ടൻ ചോദിച്ചു, നീ ഇത്ര പെട്ടെന്ന് കഷായം വെച്ചോ? അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളച്ച് വറ്റിയിട്ട് വേണം മുത്തശ്ശിക്ക് കൊടുക്കാൻ, പൂച്ചക്കുട്ടൻ പറഞ്ഞു. അപ്പോഴാണ് പട്ടിക്കുട്ടൻ അത് ശ്രദ്ധിച്ചത്. പൂച്ചക്കുട്ടൻ്റെ മുഖത്തും ചുണ്ടിലും ചോര പറ്റിയിരിക്കുന്നു. അവനപ്പോൾ എന്തോ പന്തികേട് തോന്നി. പട്ടിക്കുട്ടൻ പൂച്ചക്കുട്ടനോട് ചോദിച്ചു, എടാ സത്യം പറ, നീ എൻ്റെ കരൾ എന്തു ചെയ്തു? പൂച്ചക്കുട്ടൻ പറഞ്ഞു, അടുപ്പത്ത് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ആ വാക്കുകൾ പട്ടിക്കുട്ടനെ വിശ്വാസമായില്ല.
അവൻ അടുക്കളയിലേക്ക് ഓടിക്കയറി. പട്ടിക്കുട്ടനെ തടയാൻ ശ്രമിച്ച പൂച്ചക്കുട്ടൻ നോക്കിയാലും അവനെ തട്ടിമാറ്റിക്കൊണ്ട് പട്ടിക്കുട്ടൻ അടുക്കളയിലേക്ക് ഓടിക്കയറി. അടുപ്പത്ത് ഒന്നുമില്ലായിരുന്നു. പട്ടിക്കുട്ടൻ പൂച്ചക്കുട്ടനിട്ട് ഒരടി വെച്ചു കൊടുത്തിട്ട് ചോദിച്ചു, സത്യം പറയടാ, എൻ്റെ കരളെവിടെ? പട്ടിക്കുട്ടൻ്റെ ദേഷ്യം കണ്ട് പൂച്ചയ്ക്ക് പേടിയായി. അവൻ പുറത്തേക്ക് ഓടുന്നതിനിടയിൽ ഉറക്കെ പറഞ്ഞു, മുത്തശ്ശിക്ക് കരൾ കഷായം വേണമെന്ന് ഞാൻ നുണ പറഞ്ഞതാണ്. നല്ല വിശപ്പായതിനാൽ കരൾ ഞാൻ തിന്നു. അത് കേട്ട് പട്ടിക്കുട്ടൻ പൂച്ചയുടെ പിന്നാലെ ഓടി. പട്ടിക്കുട്ടൻ പിന്നാലെ വരുന്നത് കണ്ട് പൂച്ച ഒരു മരത്തിലേക്ക് ഓടിക്കയറി. പട്ടിക്കുട്ടൻ എൻ്റെ കരൾ എനിക്ക് താടാ എന്ന് പറഞ്ഞ് മരത്തിനു ചുവട്ടിൽ നിന്ന് കുരച്ച് ബഹളമുണ്ടാക്കി. അന്നു മുതലാണത്രേ പട്ടിയും പൂച്ചയും ശത്രുക്കളായത്. തൻ്റെ കരൾ ചോദിച്ചുകൊണ്ടാണ് ഇന്നും പട്ടികൾ പൂച്ചയുടെ പിന്നാലെ ഓടുന്നത്. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ പിന്നെ വരാം കേട്ടോ.